അപ്പം ഞായറാഴ്ച പരിപാടി എന്ന് പറയുന്നത് സുഹൃത്തായിട്ടുള്ള രേണുകേനെയും കൂട്ടി തേക്കടി ദേവീക്ഷേത്രത്തിലേക്കൊന്ന് വന്നതാണ്. ഒരത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് വന്നത്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിലോ പള്ളിയിലൊന്നും പോകാറില്ല. വീട്ടുകാരും അതെ അങ്ങനെ പോകാറൊന്നുമില്ല. അവരെ അന്നദാനത്തിനൊക്കെ വേണ്ടി മാത്രമാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ തൊഴാനോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവളെയും പ്രത്യേകിച്ച് ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളത്. ഞങ്ങളവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് നേരെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു റോഡിലേക്ക് നടന്നങ്ങനെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ട്. നടന്ന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അവിടെ വണ്ടിയൊന്നും അലോഡല്ല, ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ കണ്ടൊരു കാഴ്ചയാണിത്. രണ്ടപ്പച്ചന്മാർ ഇന്ന് പണിയെടുക്കുകയാണ്. ഇവിടുന്നാണ് നമ്മുടെ വെള്ളമൊക്കെ തേക്കടിയിൽ നിന്ന് എത്തിച്ച് ഇവിടുന്നാണ് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുന്നത്. ഓക്കെ, പിന്നെ അവിടെ നിന്നൊരു മാവേൽ കുറേ നേരം മാങ്ങയ്ക്ക് വേണ്ടിയുള്ള ഒരു എയറായിരുന്നു. ആ പരിശ്രമം പിന്നെ വെറുതെ പാഴായിപ്പോയി. കാരണം മാങ്ങയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ കുമളി വന്നിട്ട് ഞങ്ങളൊരു ബേക്കറി കയറി. ഹോട്ടലോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ബേക്കറി കയറിയിട്ട് ഞാനൊരു പരിപ്പോടെയും ഒരു ലൈം ജ്യൂസും കഴിച്ചു. അവളാണ് ഒരു സ്വീറ്റ് ബനാനയും അതുപോലെ ഒരു ലൈം ജ്യൂസുമാണ് കഴിച്ചത്. ഇന്ന് ഹോട്ടൽസൊക്കെ എന്തായാലും അടവാൻ തോന്നുന്നു. ചിലപ്പം ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂസ് വന്നതുകൊണ്ടാവാം. അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. അവിടെ നേരെ ഞങ്ങൾ ഇറങ്ങിയത് ഒരു മൊബൈൽ ഷോപ്പിലേക്കാണ്. കാരണം എനിക്ക് മൈക്ക് സെറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു മൈക്ക് സെറ്റാണ് ഞാൻ മേടിച്ചത്. പക്ഷേ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം എൻ്റെ മൊബൈൽ സപ്പോർട്ടല്ല. അപ്പോൾ ചേട്ടൻ അതൊക്കെ സെറ്റാക്കി തന്നു. ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. എല്ലാവർക്കും ബായ്.